ഇഫക്ട് ന്യൂസിലേക്ക് ഇവർക്കും സുസ്വാഗതം. നാടുകളിൽ വളരെ മോശമായിട്ടുള്ള ചില പ്രവണതകൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം, ഈ നഗരസഭയിലെ പേട്ട വാർഡിൽ ഇന്നലെ ഞാൻ പ്രചരണത്തിന് പോയപ്പോൾ LDFിൻ്റെ മൈക്ക് ഞങ്ങളുടെ നേരത്തേക്ക് തിരിച്ചു വച്ചിരിക്കുക. അവിടെ കുറേ ദിവസങ്ങളായിട്ട് ഒരു സംഘം ഈ പരിസരത്തൊന്നും കാണാത്ത കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പേട്ടവാടി ഞാൻ പറയാം, LDFും UDFും മാറി ജയിച്ചിട്ടുണ്ട്. അന്നൊന്നും ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. പക്ഷേ ഇന്ന് തുടക്കം മുതൽ അവിടെ ഒരു ഗുണ്ടായുസത്തിൻ്റെ രീതിയാണ് കാണുന്നത്. അതുപോലെ വഞ്ചിയൂർ വാർഡിൽ LDF സ്ഥാനാർത്ഥിയെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ ഭീഷണിപ്പെടുത്തുക. കാരണം 1-2 ഇരട്ട വോട്ടർമാരെ കണ്ടപ്പോൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥി പറഞ്ഞു, ഇതാ കള്ളവോട്ട് ചെയ്യാൻ വന്നാൽ ഞങ്ങൾ നടപടി സ്വീകരിക്കും, വെറുതെ ഈ ഏർപ്പാടിന് പോണ്ടാന്ന്. ഇതറിഞ്ഞൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും LDF സ്ഥാനാർത്ഥി വന്ന് ഞങ്ങളുടെ സ്ഥാനാർത്ഥിനെ ഭീഷണിപ്പെടുത്തിയ സംഭവം ഉണ്ടായി. ഇത് തന്നെയാണ് പട്ടം വാർഡിലെത്തിയ അവസ്ഥ. പട്ടം വാർഡിൽ ഡെപ്യൂട്ടി മേയറാണ്, അദ്ദേഹത്തിൻ്റെ മകളാണ് മത്സരിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം വളരെയധികം ആവേശത്തോടുകൂടെ അവിടെ ഞങ്ങളുടെ വാർഡ് പ്രസിഡന്റിനെ വരെ ചീത്ത വിളിക്കുക എന്ന് പറഞ്ഞ് പരാതിയുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, എലക്ഷൻ സമാധാനമായിട്ട് നടക്കട്ടെ, ജനം വിധി എഴുതട്ടെ. ഇപ്പോൾ പറയേണ്ട കാര്യങ്ങൾ ഞങ്ങൾ എല്ലാവരും പറഞ്ഞല്ലോ ജനങ്ങളോട്. ഇനി ജനം വിധി എഴുതട്ടെ. പക്ഷേ അതിനെ ഒരു മസിൽ പവർ കൊണ്ടൊക്കെ നേരിടുക എന്ന് പറഞ്ഞാൽ ഇത് ഒരു ശരിയായിട്ടുള്ള നടപടിയല്ല. ഞങ്ങൾ റിട്ടേൺ കംപ്ലൈൻറ്റ് പോലീസിൽ കൊടുത്തിട്ടുണ്ട്, കോർട്ടിൽ നിന്ന് ഞങ്ങൾ പ്രൊട്ടക്ഷൻ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ അത് നടപ്പാക്കാൻ പോലീസ് തയ്യാറല്ലെങ്കിൽ ഞങ്ങൾ CRPFനെ വിളിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഇത് കൊടുക്കേണ്ടി വരും. വഞ്ചിയൂർ പോലീസ് പ്രൊട്ടക്ഷൻ കിട്ടി, പേട്ടയിലും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതും ഞങ്ങൾക്ക് ഇന്ന് കിട്ടുന്നതാണ് പ്രതീക്ഷ. ഇത് 2-3 സ്ഥലങ്ങളിൽ വളരെ അക്രമം ഉണ്ടാക്കുകയാണ് മനഃപൂർവ്വം. അതിന് സ്ഥാനാർത്ഥികൾ തന്നെ നേതൃത്വം നൽകുന്നത് ഒരു നല്ല കാര്യമല്ല. ആ ഒരു സംസ്കാരം ഒരിക്കലും നമുക്ക് ചേർന്നല്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഇവർക്ക് നന്ദി, നമസ്കാരം.